أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ അനുഗ്രഹത്താൽ ഒരു റമളാനിനെ കൂടി സ്വീകരിക്കാനും അഭിമുഖീകരിക്കാനും നമുക്കെല്ലാവർക്കും അവസരം ഉണ്ടായിരിക്കുകയാണ്. അൽഹംദുലില്ലാ. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി തീർന്നിട്ടുള്ളതാണ് നമ്മളുടെ ഓരോ റമളാനും. റമളാനിന് മുമ്പ് നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മുടെ പ്രതിജ്ഞകൾ, റമളാനിൻ്റെ രാവുകളും പകലുകളും ഉപയോഗപ്പെടുത്തി പരമാവധി പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മളൊക്കെ നടത്താറുണ്ട്. അങ്ങനെ നടക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് റമളാൻ കഴിഞ്ഞു വരുമ്പോൾ ചില പുതിയ നന്മകളും നല്ല ശീലങ്ങളും സ്വന്തമാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള കുറേ റമളാനുകളിലൂടെ കടന്നു വരുമ്പോഴാണ് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദാസന്മാരും ദാസികളുമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ റമളാനും അങ്ങനെയുള്ള നല്ല ഫലങ്ങളുണ്ടാക്കുന്ന തരത്തിൽ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. റമളാനിലെ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോമ്പ് അനുഷ്ഠിക്കുക എന്നതോടൊപ്പം തന്നെ മറ്റ് ഇബാദത്തുകളൊക്കെ നിർവഹിക്കുക എന്നതോടൊപ്പം തന്നെ പ്രാർത്ഥനകൾ സജീവമാക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥനയാണ് ഒരു മുഅ്മിനിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. ഒരു മുഅ്മിൻ്റെ ആയുധമാണ് പ്രാർത്ഥന എന്ന്. പ്രാർത്ഥന തന്നെയാണ് ഇബാദത്ത് എന്ന് റസൂല് പഠിപ്പിച്ചിട്ടുള്ളത് നമുക്ക് കാണാം. ആരാധനകളുടെ മജ്ജ, അതിൻ്റെ കാമ്പും കാതലും പ്രാർത്ഥനയാണ് എന്ന് റസൂല് പറഞ്ഞിട്ടുള്ളതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് മാത്രമല്ല, പ്രാർത്ഥന നിർവഹിക്കുമ്പോഴാണ് അള്ളാഹു നിങ്ങളെ പരിഗണിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ. ഖുൽ മാ യഅ്ബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. നിങ്ങളുടെ പ്രാർത്ഥനകളില്ലായിരുന്നെങ്കിൽ എൻ്റെ റബ്ബ് നിങ്ങൾക്കൊരു പരിഗണനയും തരുമായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ പ്രാർത്ഥന കേൾക്കാൻ, പ്രാർത്ഥന സ്വീകരിക്കാൻ, പ്രാർത്ഥനകൾക്ക് ഉത്തരം തരാൻ കാത്തിരിക്കുന്നു എന്നതാണ് നമ്മയൊക്കെ സന്തോഷിപ്പിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രികാലങ്ങളിൽ കൈനീട്ടിയിരിക്കുന്നുണ്ട് പകലിൽ തെറ്റ് ചെയ്തു പോയ മനുഷ്യൻ്റെ തൗബ സ്വീകരിക്കാനെന്ന്. അതേപോലെ പകൽ സമയത്ത് അള്ളാഹ് കൈനീട്ടിയിരിക്കുന്നുണ്ട് രാത്രികാലങ്ങളിൽ തെറ്റുകൾ സംഭവിച്ചു പോകുന്ന മനുഷ്യൻ്റെ തൗബ, പശ്ചാത്താപം സ്വീകരിക്കാൻ എന്ന് ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമായി നമുക്ക് കാണാനാകുന്നുണ്ട്. ഇങ്ങനെ മനുഷ്യനോട് അടുത്തുനിന്ന് മനുഷ്യൻ്റെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് നമ്മളുടെയൊക്കെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ പടച്ച റബ്ബ് ധാരാളം അവസരങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥനകൾ നടത്തി അള്ളാഹുവിലേക്ക് അടുക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, നമ്മളൊക്കെ ചെറിയ മനുഷ്യരാണ്, അബദ്ധങ്ങൾ സംഭവിച്ചു പോകുന്ന മനുഷ്യരാണ്. കുല്ലു ബനി ആദം ഖത്താഊൻ എന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട്. ആദമിൻ്റെ മക്കളൊക്കെ അബദ്ധങ്ങൾ സംഭവിക്കുന്നവരാണ്.
ഒരബദ്ധവും സംഭവിക്കാത്ത, ഒരു തെറ്റും ചെയ്യാത്ത മഴസൂമുകളായ മനുഷ്യരൊന്നും ആരുമില്ല. ചെയ്യുന്ന അബദ്ധങ്ങളുടെ വലുപ്പച്ചെറുപ്പത്തിലാണ് വ്യത്യാസങ്ങൾ ഉണ്ടാവുക എന്ന് മാത്രം. ഇങ്ങനെ അബദ്ധം സംഭവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിലേക്ക് പശ്ചാത്താപം ചെയ്യുമ്പോഴാണ്, തിരിച്ചു നടക്കുമ്പോഴാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടകരമായി തീരുന്നത്. ഖൈറുൽ ഖത്താഈൻ അത്തവ്വാബൂൻ എന്ന് റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ല മനുഷ്യരെന്ന് പറയുന്നത് തൗബ ചെയ്യുന്ന ആളുകളാണ് എന്ന്. അഥവാ ഞാൻ സൂചിപ്പിക്കുന്നത്, പരിശുദ്ധ റമളാൻ നമുക്ക് നന്നാവാനുള്ള കാലമാണ്, നമ്മളുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാനുള്ള കാലമാണ്. എന്തിനാണ് നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത് എന്ന ചോദ്യത്തിന് ഖുർആൻ നൽകുന്ന ഉത്തരം അതാണല്ലോ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരുന്നതിന് വേണ്ടി എന്നാണ്. ജീവിതത്തിൻ്റെ തഖ്വാബോധമാണ് റമളാൻ നമ്മളിൽ ഉണ്ടാക്കി തീർക്കേണ്ടുന്നത്. അത് ഒരു താൽക്കാലികമായ പ്രതിഭാസമല്ല, റമളാൻ കാലത്തേക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു കാര്യവുമല്ല. മറിച്ച് നമ്മൾ എപ്പോഴും അള്ളാഹുവിനെ ഓർക്കാൻ സാധിക്കുന്ന, അള്ളാഹുവിൻ്റെ ഒരു സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുന്ന വിധത്തിൽ നമ്മളുടെ ജീവിതത്തെ മാറ്റിപ്പണിയാനാണ് നമുക്ക് സാധിക്കേണ്ടുന്നത്. എന്താണ് ഇഹ്സാൻ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, ഇഹ്സാൻ എന്ന് പറയുന്നത് അള്ളാഹു നിന്നെ കാണുന്ന പോലെ നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹുവിന് ഇബാദത്ത് എടുക്കുന്നതാണ്. അൻ തഅ്ബുദല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക എന്ന് പറയുന്നുണ്ട്. അഥവാ ജീവിതത്തിൻ്റെ ഏത് സന്ദർഭത്തിലും, പാതിരാവിൻ്റെ ഇരുട്ടിലായാലും പകൽ വെളിച്ചത്തിലായിരുന്നാലും എപ്പോഴും അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ സാധിക്കുമ്പോഴുള്ള മാനസികാവസ്ഥയാണ് യഥാർത്ഥത്തിൽ തഖ്വ എന്ന് പറയുന്നത്. അത് ഭാവാദികളല്ല, എന്തെങ്കിലും തരത്തിലുള്ള ഏച്ചുകെട്ടലുകളല്ല, ഏതെങ്കിലും തരത്തിലുള്ള വേഷവിധാനങ്ങളല്ല. അതിനെല്ലാം അപ്പുറത്തുള്ള ഈ പറയുന്ന മാനസികാവസ്ഥയാണ് തഖ്വ എന്ന് പറയുന്നത്. ആ ബോധം ഉൾക്കൊള്ളുമ്പോഴാണ് ജീവിതത്തിൻ്റെ ഏത് സന്ദർഭത്തിലും അള്ളാഹുവിൻ്റെ കൺവെട്ടത്തിലാണ് ഞാനുള്ളതെന്ന ബോധത്തോടുകൂടി മനുഷ്യന് ജീവിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ജീവിതത്തെ കാണുമ്പോഴാണ് നമുക്ക് അള്ളാഹുവിൻ്റെ ജീവിതത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങളെ, ദീനിൻ്റെ മാർഗനിർദ്ദേശങ്ങളെ എപ്പോഴും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുന്നത്. ആളുകൾ കാണുന്നുണ്ടോ ഇല്ലയോ എന്നല്ല, ജനം എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഞാൻ ആളുകളുടെ മുമ്പിൽ എന്തു പറയും എന്നുള്ളതല്ല, അതിനേക്കാൾ അപ്പുറത്ത് പടച്ച റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ ഉത്തരം പറയേണ്ടി വരും എന്ന ബോധമാണ് അള്ളാഹുവിനെക്കുറിച്ച് നമുക്കുണ്ടാകേണ്ടുന്നത്. ആ ബോധമുണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നോമ്പ് കൊണ്ട് ഉണ്ടായിത്തീരേണ്ടുന്ന തഖ്വ ഉണ്ടായിത്തീരുന്നത്. അത് നമ്മുടെ പരിശ്രമങ്ങൾ ധാരാളമായി അതിനുണ്ടാകണം. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ വിധത്തിൽ പ്രാർത്ഥനകളും നമുക്കുണ്ടാകണം. കാരണം നമ്മുടെ പരിശ്രമങ്ങളൊന്നും പരിപൂർണമായിരിക്കില്ല. നമുക്കൊക്കെ വൈകല്യങ്ങളുണ്ടാകാം, പോരായ്മകളുണ്ടാകാം, ശ്രദ്ധക്കുറവുകളുണ്ടാകാം. അവയെല്ലാം ഉണ്ടായിരിക്കെ തന്നെ അത് അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകാര്യമായി തീരാനുള്ള പ്രാർത്ഥനകൾ തീർച്ചയായും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. നമുക്ക് ധാരാളക്കണക്കിന് കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ ജീവിതത്തെ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ തുറന്നു വെക്കാൻ നമുക്ക് സാധിക്കണം. റമളാനിൻ്റെ പാതിരാവുകളിൽ പ്രത്യേകിച്ചും പടച്ച റബ്ബിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ, അവൻ്റെ മുമ്പിൽ കൈ ഉയർത്താൻ, വിതുമ്പുന്ന ചുണ്ടും ഈറനണിഞ്ഞ കണ്ണും പടച്ച റബ്ബിൻ്റെ മുമ്പിൽ ഉയർത്താൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിൻ്റെ റസൂല് പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്ന നാളിൽ അള്ളാഹുവിൻ്റെ തണൽ ലഭിക്കുന്ന, അർശിൻ്റെ തണൽ ലഭിക്കുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വേറൊരു തണലുമില്ലാത്ത നാളിൽ സബഅത്തുൻ യുളില്ലുഹുമുള്ള യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു, 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹ് തണൽ കൊടുക്കും. അത്
വേറെ ഒരു തണലുമില്ലാത്ത അന്നാണ് ആ തണൽ ലഭിക്കുക. ആ 7 വിഭാഗം ആളുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കൂട്ടരാരാണ് എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. വറജുലൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത്ത് ഐനാഹു, ഏകാന്തനായിരുന്ന് അള്ളാഹുവിനെ ഓർത്ത് കണ്ണുനീരൊഴുക്കിയിട്ടുള്ള മനുഷ്യരാണ് അവരെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അത് സാധിക്കണം. ഒരു പക്ഷേ എല്ലാ കാലത്തും ആവുന്നില്ലെങ്കിൽ നമുക്ക് റമദാനിൻ്റെ രാവുകളിൽ, പാതിരാവുകളിൽ എങ്കിലും നമുക്ക് അത് സാധ്യമായി തീരണം. അള്ളാഹുവിൻ്റെ മുമ്പിൽ കരയാൻ, കണ്ണീരൊഴുക്കാൻ, ആ കണ്ണീരിൻ്റെ ഉപ്പുകൊണ്ട് പാപത്തിൻ്റെ കറകളെ കഴുകിക്കളയാൻ നമുക്ക് സാധ്യമാകണം. അങ്ങനെ സാധ്യമാകുന്നില്ലെങ്കിൽ ഏറ്റവും നല്ല ഒരവസരത്തെ പോലും ഉപയോഗപ്പെടുത്താൻ നമുക്കായില്ല എന്ന് നമ്മെക്കുറിച്ച് നമുക്ക് വിലയിരുത്തേണ്ടി വരും. അതുകൊണ്ട് ഏറ്റവും നല്ല സന്ദർഭമാണ്, അള്ളാഹുവിൻ്റെ മാലാഖമാർ ഭൂമിയിൽ ഇറങ്ങി വരുന്ന കാലമാണ് എന്ന് നമുക്കൊക്കെ അറിയാം. അങ്ങനെ മലായിക്കത്തിൻ്റെ സാന്നിധ്യമുള്ള നമ്മുടെ പള്ളികളിൽ, കേന്ദ്രങ്ങളിൽ, ആരാധനാ സ്ഥലങ്ങളിൽ, അതുപോലുള്ള ഇടങ്ങളിലൊക്കെ ഈ സാന്നിധ്യമുള്ള ഇക്കാലത്ത് നമുക്ക് പ്രാർത്ഥനകളിലൂടെ പടച്ച റബ്ബിലേക്ക് എത്തിച്ചേരാനാകണം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് നമ്മെക്കുറിച്ച് മാത്രമല്ല. ഒന്നാമതായും പ്രധാനമായും നമുക്ക് പ്രാർത്ഥിക്കേണ്ടുന്നത് സ്വന്തത്തെക്കുറിച്ച് തന്നെയാണ്, എനിക്ക് എന്നെക്കുറിച്ച് തന്നെയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനയുടെ നന്മ ലഭിക്കേണ്ടുന്ന ഒരുപാട് ആളുകളുണ്ടാകാം. നമ്മളുടെ മാതാപിതാക്കളുണ്ട്, മക്കളുണ്ട്, കുടുംബങ്ങളുണ്ട്, സഹോദരങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ രാജ്യത്തും മറുരാജ്യങ്ങളിലുമുള്ള വലിയ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടിരിക്കുന്ന അനേകം മനുഷ്യരുണ്ട്. അവർക്കൊക്കെയും നമ്മുടെ പ്രാർത്ഥന ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മുമ്പിൽ ഫലസ്തീനികളുണ്ട്, ഗസയിലെ മനുഷ്യരുണ്ട്, അവിടെയുള്ള കുരുന്നു മക്കളുണ്ട്, നിസ്സഹായമായി നിലവിളിക്കുന്ന സ്ത്രീജനങ്ങളുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, അവരെ പരാജയപ്പെടുത്താൻ ആയുധ ശക്തികൾക്ക് സാധ്യമായി തീരുകയില്ല. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധ്യമായി തീരേണ്ടതുണ്ട്. ഒരു പക്ഷേ നമുക്ക് പ്രയോഗിക്കാനുള്ള ആയുധം അതുതന്നെയാണ്. റസൂൽ പറഞ്ഞ പോലെ അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, മുഅ്മിനിൻ്റെ ആയുധമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അത് റമദാനിലെ പാതിരാവുകളിലെ പ്രാർത്ഥനകളിൽ ഒരിക്കലും നമുക്ക് മറന്നു പോകാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അവിടെ വിശപ്പടക്കാൻ വഴിയില്ലാതെ പുല്ലുകൾ പറിച്ചു തിന്നുന്ന, പച്ചിലകൾ കടിച്ചു പറിക്കുന്ന കുഞ്ഞുമക്കളെ നമ്മളുടെയൊക്കെ കൺമുമ്പിൽ വീഡിയോകളിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. അവർക്ക് വേണ്ടി, അവിടുത്തെ നിസ്സഹായരായ മനുഷ്യർക്ക് വേണ്ടി, അവിടുത്തെ പൊരുതുന്ന മനുഷ്യർക്ക് വേണ്ടി ആയുധ ശക്തിക്ക് മുമ്പിൽ അടിയറവ് പറയുകയില്ല എന്ന് തീരുമാനിച്ച് പട്ടിണിയോട് പോലും പൊരുതേണ്ടി വരുന്ന ആ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥനകൾ നിർവഹിക്കാൻ നമുക്ക് സാധ്യമായി തീരണം. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ പ്രാർത്ഥന പടച്ച റബ്ബ് സ്വീകരിക്കുമായിരിക്കും, എങ്കിൽ അതിൻ്റെ ഗുണം തീർച്ചയായും അവർക്ക് ലഭിക്കും. അതോടൊപ്പം ഫലസ്തീനിലെ ജനത അഭിമുഖീകരിക്കുന്നത് പോലെയുള്ള ഒരു സാഹചര്യം അധികമൊന്നും വൈകാത്ത ഒരു കാലത്ത് നമുക്ക്, നമ്മുടെ രാജ്യത്തിലെ മുസ്ലിം സമൂഹത്തിന് ഒരു പക്ഷേ അനുഭവിക്കേണ്ടി വന്നേക്കും. അത്തരമൊരു ഘട്ടത്തിൽ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താൻ, ആ പ്രതിസന്ധികളോട് പൊരുതി നിൽക്കാൻ, അതിനെ അന്തസ്സായി അഭിമുഖീകരിക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു മാനസികാവസ്ഥ രൂപപ്പെടാനും തീർച്ചയായും അതുവഴി സാധ്യമാണ് എന്ന് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് പ്രാർത്ഥന വളരെ പ്രധാനമാണ്. പ്രാർത്ഥന സ്വീകരിക്കപ്പെടണമെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. ജീവിതം നന്നായി തീരുക എന്നുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്. ചുരുങ്ങിയ പക്ഷം നന്നായി തീരാൻ തീരുമാനമെടുത്തുകൊണ്ടെങ്കിലും നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട്. ജീവിതം ശുദ്ധമായിരിക്കണം, അത് ഹലാലുള്ളതായിരിക്കണം, ഹറാമുകളിൽ നിന്ന് മുക്തമായിരിക്കണം എന്നതൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. നമ്മൾ എപ്പോഴും ആദരിക്കുന്ന, നമ്മളെപ്പോഴും വളരെ അത്ഭുതത്തോടു കൂടി ഓർമ്മിക്കുന്ന വിഭാഗം ആളുകളാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
ആദ്യകാല തലമുറ എന്ന് പറയുന്നത്. അവരൊക്കെ ജീവിതത്തിൽ പുലർത്തിയിരുന്ന സൂക്ഷ്മത എത്രത്തോളമായിരുന്നു എന്ന് നമുക്കറിയാം. ഒരുപാട് സംഭവങ്ങളിലൂടെ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്ത് മദീനയിലെത്തിയിരുന്ന മുഹാജിറുകൾ ചില പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ജീവിതത്തിൻ്റെ എല്ലാം പകുത്തുകൊടുത്ത് മുഹാജിറുകളെ സ്വീകരിച്ചിട്ടുള്ള അൻസാറുകളാണ് മദീനയിലുള്ളത്. പക്ഷേ ചില മുഹാജിർ സഹോദരന്മാർ മറ്റാരുടെയും ഔദാര്യം സ്വീകരിക്കാൻ സന്നദ്ധമായിരുന്നില്ല. സ്വയം അധ്വാനിച്ച് ജീവിക്കണം എന്നതായിരുന്നു അവരുടെ താല്പര്യം. അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഒരു ദിവസം ഒരു കുടുംബനാഥൻ രാവിലെ ഇറങ്ങിപ്പോവുകയാണ്. അയാൾ കച്ചവടക്കാരനാണ്, അങ്ങാടിയിലേക്കാണ് പോകുന്നത്. അയാൾ വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ പിന്നിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവൾ അദ്ദേഹത്തെ വിളിച്ചു നിർത്തി. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇയ്യാക്ക വകസ്ബൽ ഹറാം ഇന്നാ ലനസ്ബിറു അലൽ ജൂഇ വലാകിന്ന ലാ നസ്ബിറു അലൻ നാർ. താങ്കൾ ഹറാമായത് എന്തെങ്കിലും കൊണ്ടുവരുന്നത് സൂക്ഷിക്കണം. നമുക്ക് വിശപ്പ് സഹിക്കാം, പക്ഷേ നരകത്തിൻ്റെ ചൂട് നമുക്ക് സഹിക്കാനാവില്ല എന്ന് പറയുന്നുണ്ട്. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, എന്തിനാണ് ഒരു മുസ്ലിം സഹോദരനെ ഇത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ, ആ വീട്ടിൽ കുറച്ചു നാളായി പട്ടിണിയുണ്ട്. മക്കൾക്ക് വിശപ്പടക്കാൻ ഭക്ഷണം കൊടുക്കാനാകുന്നില്ല. മക്കൾ വിശന്ന് കരഞ്ഞു വന്ന് ഉമ്മയുടെ വസ്ത്രത്തിൻ്റെ അറ്റം പിടിച്ച് ഉമ്മ വിശക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ മക്കൾക്ക് വിശപ്പടക്കാൻ ആഹാരം കൊടുക്കാൻ കഴിയാത്ത ദുഃഖത്തിൽ തൻ്റെ പ്രിയപ്പെട്ടവൾ അപ്പുറത്ത് നിന്നുപോയി കണ്ണുനീരൊലിപ്പിക്കുന്നത് അദ്ദേഹം കണ്ടിട്ടുണ്ട്. സ്വന്തം മക്കളുടെ വിശന്ന് കരയുന്ന മക്കളുടെ മുഖം കണ്ടിട്ടുണ്ട് അദ്ദേഹം. അങ്ങനെ മക്കളുടെ വിശപ്പ് കണ്ട്, പ്രിയപ്പെട്ടവരുടെ ദുഃഖം കണ്ട് ഇറങ്ങിപ്പോകുന്ന ഒരു മനുഷ്യൻ ഒരു പക്ഷേ അരുതാത്തതെന്തെങ്കിലും ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ് ആ കുടുംബിനി ചെയ്യുന്നത്. അങ്ങനെയാണ് അവർ പറയുന്നത്, നമുക്കിനിയും വിശപ്പ് സഹിക്കാം, ഹലാലല്ലാത്തത് ഒന്നും സമ്പാദിക്കരുത്, നരകത്തിൻ്റെ ചൂട് നമുക്ക് സഹിക്കാനാവില്ല എന്ന്. ഞാൻ പറഞ്ഞു വരുന്നത്, അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം അത്രമേൽ വിശുദ്ധമാകണമെന്ന് അവർക്കൊരു നിർബന്ധമുണ്ടായിരുന്നു. ആ തലമുറയിൽപ്പെട്ട ആളുകളാണ് പല കാര്യങ്ങളും പ്രാർത്ഥിച്ച് നേടിയിട്ടുണ്ട് എന്ന് നമ്മളെപ്പോഴും വളരെ അഭിമാനപൂർവം ആദരപൂർവം ഓർക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നമുക്കൊക്കെയും ബാധകമാണ് അത്. നമ്മളുടെ ജീവിതത്തിൻ്റെ സമ്പാദ്യങ്ങൾ, ജീവിതായോധന മാർഗങ്ങൾ ഹലാലായിരിക്കണം, ഹറാമിൻ്റെ കലർപ്പുണ്ടാകരുത് എന്ന ബോധം തീർച്ചയായും നമുക്കുണ്ടാകണം. അതുകൂടി ഉണ്ടാകുമ്പോഴാണ് നമ്മളെ പ്രാർത്ഥനകൾ പടച്ച റബ്ബ് സ്വീകരിക്കുക എന്ന് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് ചുരുക്കത്തിൽ പറഞ്ഞു വന്നിട്ടുള്ള കാര്യം ഇതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമളാനിൻ്റെ രാവുകളും പകലുകളും വളരെയേറെ പ്രധാനമാണ്. വളരെ ഇബാദത്തുകളാൽ സമ്പന്നമായിരിക്കേണ്ടതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ പ്രാർത്ഥനകൾ സജീവമാക്കുക എന്നുള്ളത്. പ്രാർത്ഥിച്ച് ചോദിച്ച് വാങ്ങണം. നമുക്ക് ചോദിച്ച് വാങ്ങിയാലാണ് പടച്ച റബ്ബിൽ നിന്ന് നമുക്ക് കിട്ടുക. വലിയ ഓഫറുകളാണ് അള്ളാഹ് നമുക്ക് മുമ്പിൽ വെക്കുന്നത്. അത് ചോദിച്ച് വാങ്ങാൻ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ യാതൊരു തരത്തിലുള്ള മടിയുമില്ലാതെ നമ്മളുടെ ജീവിതത്തെ കെട്ടഴിച്ച് വെച്ചിട്ട് പടച്ച റബ്ബിനോട് പറയാൻ, ചോദിച്ച് വാങ്ങാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ വരുമ്പോഴാണ് റമളാൻ കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുന്നത്, നമ്മളുടെ ജീവിതം ശുദ്ധീകരിക്കപ്പെടുന്നത്, പുതിയ ഒരു ജീവിതത്തിലേക്ക്, വളരെ നല്ലൊരു ജീവിതത്തിലേക്ക്, വളരെ വിശുദ്ധമായൊരു ജീവിതത്തിലേക്ക് നടന്നു പോകാൻ നമുക്ക് സാധിക്കുന്നത്. പടച്ച റബ്ബ് അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.